നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതകം വളരെയധികം ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിനിടയിൽ നിർണായകമായി സജി പിടിയിലായിരിക്കുകയാണ്. അതായത് ഈ മരിച്ചു എന്ന് കരുതപ്പെടുന്ന മേരിക്കുട്ടിയുടെ മകനാണ് സജി പിടിയിലായിരിക്കുകയാണ്. സജി പോലീസിനെ കണ്ട് ഓടി മറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സംശയം വർദ്ധിക്കുന്നത്. എന്തായാലും മരിച്ചത് മേരിക്കുട്ടിയും റെജിയും ആണോ എന്ന കാര്യം ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ചില സംശയങ്ങൾ സജിക്കെതിരെ വരുന്നു. അത്തരത്തിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സജിയെ പിടികൂടിയിരിക്കുന്നത്. എപ്പോഴാണ് അവസാനമായിട്ട് റെജിയെയും അതുപോലെ തന്നെ മാതാവിനെയും കണ്ടത് എന്ന് ദൃക്സാക്ഷികളൊക്കെ വെളിപ്പെടുത്തുന്നു. അതായത് ഈ മാസം 5-ാം തീയതിയും 6-ാം തീയതിയുമാണ് മേരിക്കുട്ടിയെയും റെജിയെയും അവസാനമായി കണ്ടത് എന്നാണ്, അല്ലെങ്കിൽ കണ്ടതായി പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വീട്ടിലെത്തിയവരാണ് ഇവരെ കണ്ടത്. അതിനുശേഷമാകാം കുറ്റകൃത്യം നടന്നിട്ടുണ്ടാകുക. അതായത് ശരീരം വളരെയധികം അഴുകിയ നിലയിലായിരുന്നു. അടുത്ത് നമുക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തേണ്ടുന്ന രീതിയിലാണ് മൃതദേഹമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾക്ക് അത്രയും പഴക്കമുണ്ട്. അപ്പോൾ ഈ മാസം 5-ാം തീയതി 6-ാം തീയതിയും ഈ പ്രചാരണത്തിനായി വന്നവരൊക്കെ ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കാം ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാകുക എന്നാണ് SP വ്യക്തമാക്കുന്നത്. മേരിക്കുട്ടിയുടെ ഇളയ മകനാണ് സജിയെ പിടികൂടിയത് ഏറ്റവും പ്രധാനമാണ്. സജിയെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. എന്തായാലും എന്താണ് ആ വീട്ടിൽ ഉണ്ടായിരുന്ന തൻ്റെ അമ്മയ്ക്കും തൻ്റെ സഹോദരന് സംഭവിച്ചെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഏക വ്യക്തി സജി മാത്രമാണ്. 2018-ൽ റെജിയുടെയും സജിയുടെയും പിതാവായ മാത്യുവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. ഈ കേസിൽ അദ്ദേഹം ഒരു ബസ്സിൽ കയറി പോകുന്നത് കണ്ടുവെന്ന തരത്തിലാണ് അന്വേഷണം വന്നിരുന്നത്. തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതോടെ മാത്യുവിനെ സമാന രീതിയിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ്. എന്തായാലും ഇയാൾക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കും. എന്തുകൊണ്ട് പോലീസിനെ കണ്ടു ഒളിച്ചോടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം ഒളിവിൽ താമസിച്ചു, ഈ കൊലപാതകത്തിൽ ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നത് കാര്യങ്ങളിലൊക്കെ ഒരു കൂടുതൽ വ്യക്തത വരുത്താൻ സജിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നിലവിലെ വിലയിരുത്തൽ. സജിയുടെ മാതാവ് മേരി 70 വയസ്സ്, സഹോദരൻ റെജി 48 വയസ്സ് എന്നിവരുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയത്. കുറച്ച് ദിവസമായി രണ്ടുപേരെയും കാണാനില്ലായിരുന്നു. പിന്നാലെ ഇവരുടെ തന്നെ മേരിക്കുട്ടിയുടെ തന്നെ മകൾ സിനി പോലീസിൽ പരാതി നൽകി. ഇത്തരത്തിൽ സഹോദരനെയും അമ്മയും കാണാനില്ല എന്ന പരാതി നൽകി. തുടർന്ന് നെടുങ്കണ്ടം പോലീസ് വീട്ടുവളപ്പിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കടയിൽ വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റേതുമായിരുന്നു മൃതദേഹം. അഴുകിയ നിലയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് മേരിയുടെയും റെജിയുടെയും മൃതദേഹമാണോ എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ അവരാണോ എന്ന കാര്യം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ സജി എന്തിനു ഒളിച്ചോടി, സജി എന്തിന് പേടിച്ചോടി അന്വേഷണ സംഘത്തെ കണ്ടപ്പോൾ എന്നതും ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും സജിയെ പിടികൂടാനായി എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പ്രതിക്ക് മറ്റെന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുണ്ട്. പ്രതി എന്തുകൊണ്ട്, അല്ലെങ്കിൽ സജി എന്തുകൊണ്ട് ഓടിക്കളഞ്ഞു എന്തോ ഒരു ചോദ്യമാണ്. തിങ്കളാഴ്ച രാവിലെയോടെ ഇവരുടെ വീടിന് സമീപത്തെ പറമ്പിൽ ഒരു പുരുഷന്റെ കാലിന്റെ ഭാഗം മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടു. ഉടനെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റി പരിശോധന നടത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് 1:45 ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. മൃതദേഹങ്ങൾ ഒരേ കുഴിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു. വേഗം ജീർണിക്കുന്നതിനും ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കുന്നതിനുമായി കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. ഏപ്രിൽ 10 മുതൽ മേരിക്കുട്ടിയെയും മൈക്ക് ഓപ്പറേറ്ററായ റെജിയെയും കാണാനില്ലായിരുന്നു. നാട്ടുകാർ ഇവരെപ്പറ്റി തിരക്കിയപ്പോൾ ബന്ധുവിൻ്റെ സംസ്കാര ചടങ്ങിന് തിരുവല്ലയിലാണ്, മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഇങ്ങനെയുള്ള മറുപടികളായിരുന്നു സജി നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മൊഴികളിലും അവരെവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളിലുമെല്ലാം ഒരു പരസ്പര വിരുദ്ധതയുണ്ടായിരുന്നു. തുടർന്നാണ് സിനിയുടെ പരാതി വരുന്നത്. ഇതിനിടയിൽ നാട്ടുകാർ ഇവരുടെ, അതായത് സജിയുടെ മൊഴിയിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന കാര്യം പോലീസിൽ വ്യക്തമായി പറയുകയും ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം നെടുങ്കണ്ടം പോലീസ് ഇവരുടെ വീടിന് സമീപത്തെത്തി. പോലീസിനെ കണ്ട ഉടനെ സജി ഓടിക്കളയുകയും ചെയ്തു. യാത്ര പോകാൻ തയ്യാറെടുത്ത വിധം ബാഗുമായി റോഡിന് സമീപം നിൽക്കുകയായിരുന്നു സജി. പോലീസിനെ കണ്ട് ഓടിപ്പോയി. വൈകിട്ടോടെ സമീപത്തെ മലയിൽ നിന്ന് ഇയാളുടെ ബാഗ് കണ്ടെത്തി. അപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഈ മലയിൽ തന്നെ പ്രതി ഉണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിനൊടുവിൽ ഇതാ പ്രതിയെ, അല്ലെങ്കിൽ സജിയെ പിടികൂടിയിരിക്കുകയാണ്.
ഈ മദ്യപിച്ച് സജിയും അതുപോലെ തന്നെ റെജിയും തമ്മിൽ വഴക്കുണ്ടാകുക പതിവായിരുന്നു എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. കട്ടപ്പന ഡിവൈഎസ്പി ഷാജൻ നെടുങ്കണ്ടം, CI KL തോമസ് എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാത്രമല്ല സജിയുടെ പിതാവ് മാത്യുവിനെയും കുറച്ചു കാലം മുമ്പേ കാണാതായി. ഇപ്പോൾ ഇവരെ ഇത്തരത്തിൽ കണ്ട സാഹചര്യത്തിൽ മാത്യുവിന്റെ തിരോധാനത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന സംശയം ഉടലെടുക്കുകയാണ്. പച്ചടി തോട്ടുവാക്കടയിൽ വീടിന് സമീപത്ത് അമ്മയുടെ മകന്റെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ചുരുളഴിയും മുന്നെയാണ് 8 വർഷം മുമ്പ് ഇവരുടെ അച്ഛൻ മാത്യുവിനെ കാണാതായതിലും സംശയം ജനിക്കുന്നത്. മാത്യു സുവിശേഷകനായിരുന്നു. 2018 മാത്യുവിനെ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പരാതി തന്നിരുന്നുവെന്നും ഇതിന്മേൽ അന്വേഷണം നടക്കുകയാണെന്നും നെടുങ്കണ്ടം പോലീസ് പറഞ്ഞു. മാത്യുവിന്റെ തിരോധാനവും ഇതോടൊപ്പം അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ നടുക്കത്തിലാണ് ഒരു നാടായിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള പട്ടിക്കൂടിന് സമീപമാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ ഒന്നടങ്കം ഭയപ്പെടുത്തിയിരിക്കുന്നു ഈ സംഭവം. നാട്ടുകാരുടെ സംശയം തിരച്ചിലിന് വഴിമാറിയതോടെയാണ് കൊലപാതകത്തിന് ആദ്യ തുമ്പ് കിട്ടിയത്. പട്ടിക്കൂടിന് സമീപം മണ്ണിളകി കിടക്കുന്നത് കണ്ട് തൂമ്പയ്ക്ക് ഒന്ന് നീക്കിയപ്പോൾ തന്നെ ജീൻസ് ധരിച്ച് അഴുകിയ കാൽ പുറത്ത് കണ്ടു. ഇതോടെ കൊലപാതകം ഉറപ്പിച്ചു. മരിച്ചത് റെജി ആണെന്ന സംശയം ബലപ്പെട്ടു. അമ്മ മേരിക്കുട്ടി എവിടെയെന്നായി അടുത്ത ചോദ്യം. ഉടൻ പോലീസ് എത്തി പ്രദേശം ബന്ദോബസ്താക്കി 1:45 നാട്ടുകാരുടെ സഹായത്തോടെ ഫോറൻസിക് സംഘം മൃതദേഹങ്ങൾ പുറത്തെടുത്തപ്പോൾ മറ്റ് ഒരു സ്ത്രീയും ഒരു പുരുഷനും ആ ഒരു കൂട്ടത്തിലുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. നെടുങ്കണ്ടം പച്ചടി റോഡിൽ നിന്ന് അധികം ദൂരമില്ലെങ്കിലും ഇവരുടെ വീടിന് സമീപത്ത് മറ്റ് വീടുകൾ കുറവാണ്. ഏറ്റവും അടുത്തുള്ള വീട്ടുകാർ 3 മാസം മുമ്പ് വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ ശബ്ദമില്ല, മറ്റ് സംശയത്തക്ക രീതിയിലുള്ള ശബ്ദങ്ങളൊന്നും അടുത്തുള്ളവർ കേൾക്കണമെന്നില്ല. അങ്ങനെയാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മക്കളുണ്ട് മാത്യു മേരിക്കുട്ടി ദമ്പതിമാർക്ക്. സജിയെയും റജിയെയും സിനിയെയും കൂടാതെ മാനസിക വെല്ലുവിളി നേടുന്ന ഏറ്റവും വലിയ സഹോദരി കൂടി ഇവർക്കുണ്ട്. ഇവർ ജില്ലയിലെ ഒരു ഷെൽട്ടർ ഹോമിലാണ് കഴിയുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം, ഇരട്ടക്കൊലയ്ക്ക് ശേഷവും സജി എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഈ ആരോപണ വിധേയനായ സജിയുടെ പെരുമാറ്റത്തിൽ അസാധാരണമായി ഒന്നും കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു സജിയുടേത്. മേസ്തിരി പണി മറ്റ് ജോലികൾ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. മദ്യപിച്ചെത്തി സഹോദരങ്ങൾ തമ്മിൽ ബഹളം ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. എന്നാലും നാട്ടുകാരോട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വിവാഹം നടക്കാത്തതിൽ സജി അസ്വസ്ഥനായിരുന്നു. ഇതിനിടെ വരുന്ന 30-ന് നെടുങ്കണ്ടത്ത് തന്റെ വിവാഹമാണെന്നും പങ്കെടുക്കണമെന്നും പറഞ്ഞ് സജി പരിചയക്കാരെയും ബന്ധുക്കളെയും എല്ലാം ക്ഷണിച്ചു. നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഇത് കള്ളമാണെന്ന് തെളിഞ്ഞു. എന്തിനിങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന ചോദ്യം. എൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ്, ഇനി ശരിക്കും അത് ഉറപ്പിച്ചതായിരുന്നോ, മാറിപ്പോയതാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. മാത്രമല്ല താമസിക്കുന്ന വീടും 1.5 ഏക്കർ സ്ഥലവും പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണെന്നും ഇയാൾ പലരോടും പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്തിനായിരുന്നു? കല്യാണത്തിൻ്റെ കാര്യം പറയുന്നു, സ്ഥലം പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. ഈ പറച്ചിലൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും സംഭവത്തിൽ സജിയെ പിടികൂടി. ഇത് ഏറ്റവും നിർണായകമാണ്. സജിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. സജിയുടെ മൊഴി ഏറ്റവും നിർണായകമായി മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മരിച്ചവർ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേരിക്കുട്ടിയുടെ റെജിയുടേതാണോ എന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനായുള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും സജിയെ പിടികൂടിയത് ഏറ്റവും നിർണായകമായി മാറുകയാണ് കേസിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.